നമസ്കാരം. ആരാവും മുഖ്യമന്ത്രി? കേരള മുഖ്യമന്ത്രിയായി 3 പേരാണ് മുന്നിൽ വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല സീനിയർ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി, അങ്ങനെയുള്ള ആളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട്. മന്ത്രിയായിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, KPCC പ്രസിഡന്റ് ആയിട്ടുണ്ട്, ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ യോഗ്യതയുള്ള ആളാണ് രമേശ് ചെന്നിത്തല. അതേപോലെ KC വേണുഗോപാൽ കേരളത്തിലെ മന്ത്രിയായിരുന്നു, ഡൽഹിയിലെ ആയിരുന്നു. പിന്നെ AICC ജനറൽ സെക്രട്ടറിയാണ്. മൂന്നാമത് VD സതീശൻ. VD സതീശൻ മന്ത്രിയായിട്ടില്ല, പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ചരിത്രപരമായ വിജയം ഉണ്ടാക്കിക്കൊണ്ട് ടീം UDF ഡെവലപ്പ് ചെയ്തത്. 0-ൽ നിന്നാണ് അദ്ദേഹം 102 സീറ്റോടുകൂടി മിന്നുന്ന വിജയം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത്. ആ മിന്നുന്ന വിജയം ഉണ്ടാക്കിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയോ അതല്ല KC വേണുഗോപാൽ എനിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ആകണ്ട, ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ചാടി പുറപ്പെടുമോ, അതേപോലെ രമേശ് ചെന്നിത്തലയാക്കുമോ സമവായത്തിലൂടെ എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. നേരത്തെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം തലകുത്തനെ മാറിയിരിക്കുന്നു. ഡൽഹിയിൽ VD സതീശനെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 2021 കോൺഗ്രസിന്റെ സ്ഥിതി എന്തായിരുന്നു, UDF സ്ഥിതി എന്തായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ഘട്ടമായി കേരളത്തിൽ UDF വിജയിപ്പിച്ചതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ആ പറഞ്ഞതിൽ നിന്നും കൃത്യമായി അവർക്ക് മനസ്സിലായിട്ടുള്ളത് KC വേണുഗോപാൽ അല്ല, VD സതീശൻ തന്നെയാണ് ആവേണ്ടത്. അതിന് കാരണം KC വേണുഗോപാൽ പറഞ്ഞത് മുഖ്യമന്ത്രി ആകണ്ട എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല MP-മാർ മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചതാണ്. മുകളിൽ നിന്ന് കെട്ടിയേൽപ്പിക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. ജയിച്ച 102 പേരുണ്ട്, അവരിൽ മികവുള്ള 2 പേരുണ്ട്. അതിൽ ഇത്തവണ നയിച്ചിട്ടുള്ള, അതായത് പ്രതിപക്ഷ UDF നയിച്ചിട്ടുള്ള VD സതീശനുണ്ട്. അദ്ദേഹമാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാ തരത്തിലും ഒരു നിലപാടോടുകൂടി ചരിത്രപരമായ വിജയം UDF ഉണ്ടാക്കി കൊടുത്ത ആളാണ്. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നപ്പോൾ ഇതുപോലെ ഒരു വിജയം KC വേണുഗോപാലിന് എവിടെയും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു നേതാവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. DMK കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് കാലുമാറി അവസാനം TVK കൂടെ ചേരുകയും വിജയന്റെ കൂടെ ചേർന്ന് 2 മന്ത്രിമാരെ കിട്ടി എന്നുള്ളത് മാത്രമാണ് ഈ 5 ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള ആകപ്പാടെ നേട്ടം. 50 സീറ്റ് ഉണ്ടായിരുന്ന ആസാമിൽ ഇത്തവണ 20 സീറ്റായി. പിന്നെ പുതുച്ചേരിയിൽ വളരെ ചെറിയ സംസ്ഥാനം 30 സീറ്റുള്ളൂ. അവിടെ പോലും ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി KC വേണുഗോപാലിന് കഴിഞ്ഞില്ല. ബംഗാളിലാണെങ്കിൽ ആപ്പാടെ 2 സീറ്റാണ് കിട്ടിയത്. 294 സീറ്റുള്ള സ്ഥലത്ത് 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടിയെടുക്കാൻ പറ്റിയത്. അങ്ങനെ അഖിലേന്ത്യാ സെക്രട്ടറിയായ KC വേണുഗോപാൽ സമ്പൂർണ്ണ പരാജയമാണെങ്കിൽ ഇവിടെ ഒരു നേതാവിൻ്റെ കഴിവുകൊണ്ടും നേതാവിൻ്റെ ഒരു നിലപാട് കൊണ്ടും നേതാവിൻ്റെ സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റന്റായ പ്രവർത്തനം കൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും നേടിയെടുത്തതാണ് കേരളത്തിലെ കോൺഗ്രസ്. ഈ കാര്യമെല്ലാം കൃത്യമായിട്ട് VD സതീശൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ വളരെ ആർജവത്തോടുകൂടി തിരിച്ചു വരികയും ചിരിച്ച് കളിച്ച് മടങ്ങി വരികയും സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ ഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞതിനൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് VS സുധീരനെയും അതേപോലെ K മുരളീധരനെയും അതേപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡൽഹിയിൽ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സവിശേഷത. ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരായ വിഷ്ണുനാഥനെയും ഷാഫി പറമ്പിലിനെയും വിളിപ്പിച്ചിരിക്കുന്നു. 3 പേരെ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ മുൻ KCC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെയും അസനെയും അടക്കം വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ മുരളീധരൻ ഡൽഹി പോവാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൽഹിയിൽ ചെല്ലട്ടെ, എന്തായാലും അവിടെ ചെന്നാൽ കാര്യങ്ങളെല്ലാം 2 ദിവസം തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കത് കേൾക്കാം. ആദ്യം ചർച്ചയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയില്ല. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. എങ്ങനെ അതായിരിക്കും. അല്ലാതെ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കില്ലല്ലോ.
വിശാലമായ ചർച്ചയിലേക്ക് കിടക്കണം. മുൻ KPCC ഏതായാലും നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും തീരുമാനം വരും. നിങ്ങളുടെ ആകാംക്ഷയ്ക്കൊക്കെ അറുതി വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 പേരുമായി ഹൈക്കമാൻഡ് വളരെ വിശദമായി ചർച്ചയിലെത്തി. അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തീരുമാനമെടുക്കുമെന്നായിരുന്നു അന്ന് ദീപദാസ് മുൻഷി പറഞ്ഞത്. പിന്നെയും ഈ മുതിർന്ന നേതാക്കളെ വിളിച്ചു വരുത്തിയുള്ള ചർച്ച, അത് സാഹചര്യം കൂടുതൽ കൃത്യമായി വിലയിരുത്താനാണോ, അത് അന്നത്തെ ചർച്ചയിൽ പരിഹാരമാകാത്തതുകൊണ്ടാണോ, ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണോ? എന്താണെന്ന് നാളെ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. അന്ന് ഈ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നാളെ പറഞ്ഞതേ പറയാനുള്ളൂ. എങ്ങനെ? നാളെ പോകുമ്പോഴും അപ്പൊ അത് തന്നെ പറയാം. അത്രയുള്ള പറയാനുള്ളൂ. MLA-മാരുടെ എണ്ണമായിരിക്കും പ്രധാനപ്പെട്ടതെന്ന് നേരത്തെ തന്നെ പല നേതാക്കളും പറഞ്ഞിരുന്നു, KM-ഉം പറഞ്ഞിരുന്നു. MLA-മാരുടെ എണ്ണം സംബന്ധിച്ച ഒരു തീരുമാനം ആയതാണ്. ഇനിയും എന്തുകൊണ്ടായിരിക്കും ഈ വൈകല്യം? MLA-മാരുടെ എണ്ണം നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം എന്നില്ലല്ലോ. MLA-മാർ അതിൻ്റെ അകത്ത് പോയി പറഞ്ഞ കാര്യങ്ങളല്ലേ, അതുകൂടെ കേന്ദ്ര നേതൃത്വം അതൊക്കെ പരിശോധിക്കും. ഈ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ട് അത് നേതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ നാളത്തെ ചർച്ച? എന്തിനാ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്താ? ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ അത് ഫൈനലാണ്. അതിനെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു ഉത്തരവിനെയും ഞങ്ങൾ ലംഘിക്കില്ല. ഈ ഹൈക്കമാൻഡ് തീരുമാനം വന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. മന്ത്രിസഭയിൽ ചെയ്തില്ല, അങ്ങനെയുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായി യൂഹാവോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ല. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയും. അതനുസരിച്ച് ഹൈക്കമാൻഡ് എന്തെങ്കിലും തീരുമാനം എടുക്കും. നാളെ തന്നെ, നാളെയോ മറ്റന്നാളായിട്ട് തീരുമാനം എടുക്കും, ഉറപ്പാണ്. 48 മണിക്കൂറിനധികം പോകില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതേപോലെ തന്നെ VS സുധീരൻ പറഞ്ഞത് എല്ലാ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. K മുരളീധരനെ പോലെ തന്നെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ നാളെ ഡൽഹിക്ക് പോവും, കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സഖ്യകക്ഷികളായ മുസ്ലിം ലീഗിനെയും മറ്റുള്ളവരെയും നേരിട്ട് കാണും എന്നുള്ളതാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും ഹൈക്കമാൻഡിന് 3 പ്രോജക്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ജനഹിത പ്രകാരം VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ല എങ്കിൽ കേരളത്തിൽ വലിയ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുക, എന്നിട്ട് നല്ല സ്ഥാനം, പ്രധാനപ്പെട്ട സ്ഥാനം VD സതീശന് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് KC വേണുഗോപാലിനെ പ്രസിഡന്റ് ആക്കുക, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി കൊടുക്കുക, അതേപോലെ VD സതീശന് മുഖ്യമായ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ VD സതീശൻ ഇതിനൊന്നും തയ്യാറല്ല. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, ഞാൻ കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനമാനവും ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ച് നേടിയിട്ടുള്ളതാണ്, ടീം UDF ആയിട്ട് നേടിയിട്ടുള്ളതിന് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തരണം, ആണെങ്കിൽ മാത്രമേ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനങ്ങളോ മറ്റു സ്ഥാനങ്ങളോ വഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് കമ്മിറ്റി. മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി VD സതീശന്റെ കൂടെയാണ് നിൽക്കുന്നത്. 90-95% ആളുകളും VD സതീശന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്ന വിവരം 32 MLA-മാർ UDF-ന് VD സതീശന് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 22 പേരുടെ അനുകൂലമായ നിലപാടേ KC വേണുഗോപാലിനുള്ളൂ. 6 പേരുടെ പിന്തുണയെ ആർക്കുള്ളൂ? രമേശ് ചെന്നിത്തലയ്ക്കുള്ളൂ എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് നിരീക്ഷകർ വന്നപ്പോൾ ഓരോരുത്തരും നേരിട്ട് കണ്ടപ്പോൾ 32 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, VD സതീശനുണ്ട് എന്നുള്ള കാര്യം കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.